നമ്മുടെ ഒരു കോച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടഫായിട്ടുള്ള ടെസ്റ്റുകൾ തരും. ഏറ്റവും നല്ല കോച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടഫായിട്ടുള്ള ടെസ്റ്റുകൾ തരുള്ളൂ. അപ്പം നമ്മുടെ കോച്ച് എന്ന് പറയുന്ന സൃഷ്ടാവിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ സൃഷ്ടാവ് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളും ഏറ്റവും ബെസ്റ്റ് ട്രെയിനിങ് ആണെന്ന് വിചാരിക്കുക. അത് മുഴുവൻ നാളെ നിങ്ങൾക്ക് എൻകാഷ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് അങ്ങനെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് ഇത് മുഴുവൻ അങ്ങനെയാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവർ മുഴുവൻ വിജയിക്കുന്നത്. അപ്പോൾ ഇത് തന്നിരിക്കുന്ന നിങ്ങളെ കടത്തി വിട്ടിരിക്കുന്ന ഏറ്റവും ടഫായിട്ടുള്ള സാഹചര്യത്തിൽ കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്രമാത്രം ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അർത്ഥം. ഇത് മനസ്സിലാക്കി വിശ്വസിക്കുക. ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു കാരണവശാലും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ വ്യതിചലിക്കരുത്. നെവർ ഗീവ് അപ്പ് എന്ന് പറയും. അതായത് നമ്മൾ ശരിയായ ഡയറക്ഷനിലാണ് പോകുന്നത്, ശരിയായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. മറ്റാൾക്കാരെ വേദനിപ്പിക്കാതെ, മറ്റുള്ള ആൾക്കാരുടെ വിഷമത്തിൽ മറ്റൊരാളുടെ കണ്ണുനീര് വാങ്ങാതെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് ഇനി മിനിമം വേറൊരാളുടെ ലൈഫ് ബെറ്ററാക്കാൻ പറ്റിയില്ലെങ്കിലും വേറൊരാളുടെ ലൈഫും ബിറ്ററാക്കാതെ വേറൊരാൾക്ക് പറ്റുമെങ്കിൽ ഉപകാരം ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ശരിയായ ഡയറക്ഷനിലാണ് നിങ്ങൾ പോകുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഫിയർ ഉണ്ടാവരുത്. ഭയം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവാതിരിക്കുക. ഹോപ്പോടുകൂടി പ്രതീക്ഷയോടെ കൂടി വർക്ക് ചെയ്യുക. മറ്റുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിക്കാതിരിക്കുക. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഒരാളും മറ്റുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കും എന്ന് ചിന്തിക്കാറേയില്ല. ആവറേജ് ആൾക്കാർ മാത്രമാണ് മറ്റുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിച്ച് പഞ്ചായത്തിൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരാളും ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടുമില്ല, ഒന്നും ചെയ്യത്തുമില്ല. നമ്മൾ ചെയ്യുന്നത് ശരിയാണ്, നമ്മൾ ചെയ്യുന്നതിൽ ബോധ്യം ഉണ്ടാവുക, അത് ശരിയായ രീതിയിലാണ്, ശരിയായ ഡയറക്ഷനിലാണെന്ന് ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ വിശ്വസിച്ച് 100% അതിൽ വിശ്വസിച്ച് നമ്മൾ ഇടയ്ക്ക് വെച്ച് സ്കിപ്പാവാതെ നമ്മൾ ഗിവപ്പ് ഉപേക്ഷിക്കാതെ ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ലേറ്റായിട്ട് ആണെങ്കിലും നമുക്ക് സക്സസ് ഉണ്ടാകും. ഡിലേയിങ് ഈസ് നോട്ട് ഡിനേയിങ് എന്ന് പറയും. ഡിലേ ചെയ്യുന്നതിനെ ഡിനേ ചെയ്യുക എന്നുള്ള അർത്ഥം. നമുക്ക് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ആഗ്രഹിച്ച സമയത്ത് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ അത് ഒരിക്കലും ഡിലേ വന്നു എന്ന് വെച്ച് ദൈവം ഡിനേ ചെയ്തെന്ന് വിചാരിക്കരുത്. നമുക്ക് കിട്ടുകയില്ല എന്നല്ല അർത്ഥം. ചിലപ്പം ഡിലേ ആയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ അതിൻ്റെ പുറകിൽ നമ്മൾ വർക്ക് ചെയ്യുക. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ കിട്ടാനുള്ളതോട് കിട്ടാതെ പോകും. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, കിട്ടാനുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിൽ ഫോക്കസ്ഡായിട്ട് വർക്ക് ചെയ്യുക. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ചിലപ്പം പല ആൾക്കാരും എഴുന്നേറ്റ് പോലും നിന്നൊന്നും വരികയില്ല. അങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ള പല ആൾക്കാരും ജീവിതത്തിൽ ഒരു കംഫർട്ടും ഇല്ല, കയ്യും കാലും കണ്ണും ഇല്ലാത്തവർ വളരെ വിജയിച്ചിട്ടുള്ള എന്തുമാത്രം സ്റ്റോറിയുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാൾ 2 കണ്ണുമില്ല, ജീവിതത്തിൽ നമ്മളീ കാണുന്ന കാഴ്ചയുള്ള നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നും കാണാതെ ജീവിക്കുന്ന ആൾക്കാർ ഏറ്റവും ബെസ്റ്റ് ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ഫാമിലി എനിക്കറിയാം. ഏറ്റവും ബെസ്റ്റ് ഫാമിലി, 2 കണ്ണും കാണാൻ മേല, അദ്ദേഹത്തിന് വളരെ ഹാപ്പി ഫാമിലി ലൈഫാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടികളും അദ്ദേഹം കൊണ്ട് നമുക്ക് കൊതി തോന്നും അവരുടെ വീട്ടിലെ അന്തരീക്ഷം കണ്ടാൽ. വീട്ടിലെ തമാശകളും സാധനങ്ങളും ഒന്നിച്ചുകൂടി ഇപ്പം കുംഭമേളയ്ക്ക് വരെ ഒന്നിച്ചുകൂടുന്ന ഫ്ലൈറ്റിൽ അവിടെ പോയി കുംഭമേള വരെ കൂടിയിട്ട് വന്നിട്ടുള്ള ഫാമിലിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഹാപ്പിയായിട്ട് ജീവിക്കുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം തന്നതാണ്. പല ആൾക്കാരെയും ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നതെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ദൈവത്തിന് ആദ്യം നമ്മൾക്ക് തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും രാവിലെ എഴുന്നേറ്റ് നന്ദി പറഞ്ഞൊരു ദിവസം തുടങ്ങുക. നമുക്കിന്ന് എഴുന്നേക്കാൻ പറ്റി, നമുക്ക് കണ്ണുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, നമുക്കിത് കേൾക്കാൻ പറ്റുന്നുണ്ട്, നല്ല സമയത്ത് ജനിക്കാൻ പറ്റി, ഏറ്റവും ബെസ്റ്റ്, അതായത് ഏറ്റവും ബെസ്റ്റ് സമയത്തുകൂടെ നമുക്ക് ജീവിക്കാം. കാരണം നമ്മുടെ പഴയ തലമുറയ്ക്ക് എന്തുമാത്രം കഷ്ടപ്പെട്ടൊരു ഫോൺ പോലും ഇല്ല, കിലോമീറ്റർ നടന്ന് കഷ്ടപ്പെട്ട്, ആശുപത്രിയില്ല, ചികിത്സിക്കാൻ ആളില്ല, പറഞ്ഞു തരാൻ ആളില്ല, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇല്ലാത്ത കാലത്ത് ജീവിച്ച നമ്മുടെ കഴിഞ്ഞ തലമുറയും ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ കംഫർട്ടിൻ്റെ പുറത്ത് കിടന്ന് ഉറങ്ങുന്ന ഇന്നത്തെ തലമുറ. ഈ കാലത്തൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റിയെന്നുള്ളത് നമ്മൾ നന്ദി പറഞ്ഞ് നമുക്ക് ഓരോ ദിവസം തുടങ്ങുക.